ബിഗ് ബോസ് മലയാളം സീസൺ 7 പറ്റി ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി നമ്മുടെ ഈ ചാനലിൽ 100 ദിവസം വരെ ബിഗ് ബോസ് തീരുന്ന ആ ഒരു 100 ദിവസം വരെ ബിഗ് ബോസ് സംബന്ധപ്പെട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ സ്ട്രീം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബിഗ് ബോസിൻ്റെ ജെന്യുവിൻ റിവ്യൂ, ജെന്യുവിൻ അപ്ഡേറ്റും കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ഇപ്പോഴേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. ബിഗ് ബോസ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇതൊരു പക്ക ജെന്യുവിൻ റിവ്യൂ പറഞ്ഞൊരു ചാനലും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ 100 ദിവസം വരെയും ബിഗ് ബോസിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി കൂടെ തന്നെ ഉണ്ടാകും. സോ ആ ഒരു കാര്യം വെച്ച് ഒട്ടും അങ്ങോട്ട് നീട്ടിപ്പിക്കുന്നില്ല, ഒരു കിട്ടിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യം എൻട്രി ആകാൻ വേണ്ടി പോകുന്നത് 18 കണ്ടസ്റ്റൻസാണ് എൻട്രി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു സീസണിൽ ഒരു വെറൈറ്റി ആദ്യമായിട്ട് നമ്മുടെ ബിഗ് ബോസ് മലയാളം ഒരു സംഭവം ഇങ്ങനെ മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് കണ്ടസ്റ്റൻസ് വീട്ടിൽ കയറുന്ന നേരത്ത് അവരുടെ കുടുംബം സ്റ്റേജിൽ കാണും എന്നുള്ളൊരു ലേബിലാണ് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി പോകുന്നത്. ഇത് ആദ്യമായിട്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 നടക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ബിഗ് ബോസ് തമിഴ് സീസൺ 8 സീസണിലും ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഈ ഒരു സംഭവം ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് തമിഴിൻ്റെ ഒരു കോപ്പി എന്നൊക്കെ പറയാം. ബിഗ് ബോസ് തമിഴ് നടക്കുന്ന കുറേ എലമെൻ്റൊക്കെയാണ് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. തമിഴ് ബിഗ് ബോസിൽ എന്തെല്ലാം ഒരു പുതിയ ഫ്രഷ് കണ്ടൻറ്റൊക്കെ വരും, അത് നമ്മുടെ ബിഗ് ബോസ് മലയാളം ക്യാച്ചപ്പ് ചെയ്യാറുണ്ട് എന്ന് പലതവണ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ ബിഗ് ബോസ് തമിഴ് ഫുള്ള് കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ആ സീസൺ കാണുമ്പോഴേ അറിയാം. അതായത് ഇപ്പം നമ്മുടെ സീസൺ തുടങ്ങുന്നത് ഇപ്പം ഒരു നോർമൽ തുടങ്ങുന്ന ഒരു മാർച്ച് മാസമാണ്. പക്ഷേ അവിടെ ഒരു ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോഴേ ബിഗ് ബോസ് തമിഴ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പം ഒക്ടോബർ നടക്കുന്ന ആ ഒരു ബിഗ് ബോസിൻ്റെ അതിലെന്തൊക്കെയാണോ ഇപ്പോൾ ഒരു ഫ്രഷ് കണ്ടൻറ്റ് തുടങ്ങുന്നത്, അത് നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിലേക്ക് കൊണ്ട് ചെറിയിരിക്കുന്ന ആടി അത് കണക്കാണ് ഇപ്പം ഈ കാര്യം വന്നിരിക്കുന്നത്. ഇത് ആദ്യം ബിഗ് ബോസ് തമിഴാണ് ആദ്യം വന്നത്. അതായത് കണ്ടസ്റ്റൻസ് വീട്ടിൽ കയറുന്ന നേരത്ത് അവരുടെ ഫാമിലിയിൽപ്പെട്ട അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ ആരെങ്കിലും കൂടെ കാണും എന്നുള്ള കാര്യം കൂടെ നടക്കാറുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇപ്പം ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസിനും അവിടെ ലാലറ്റിൻ്റെ ഒപ്പം അവിടെ വന്ന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണിച്ചിട്ട് പിന്നെ വീട്ടുകാരെ സ്റ്റേജ് വിളിച്ച് അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും ഈ കണ്ടസ്റ്റൻസിനെ വീട്ടിൽ കയറ്റി വിടാൻ വേണ്ടി പോകുന്നത്. അത് തമിഴിലാണ് ആദ്യം വന്നത്. അങ്ങനത്തെ ഒരു സംഭവം നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നെ ഇതൊരു പുതിയ ഒരു കാര്യമാണ് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം. ഇത് നല്ലൊരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. വീട്ടുകാരോടൊക്കെ യാത്ര ചോദിച്ചിട്ട് ഇപ്പം പോകുന്ന ഒരു രീതിക്കാണ് ഇപ്പം ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് തമിഴ് ബിഗ് ബോസിലാണ് ആദ്യം വന്നിരിക്കുന്നത്. പിന്നെ ഇതിലിപ്പം നേരത്തെ പറഞ്ഞ പോലെ ആദ്യം കയറാൻ വേണ്ടി പോകുന്നത് 18 കണ്ടസ്റ്റൻസാണ് കയറാൻ വേണ്ടി പോകുന്നത്. ആ ഒരു 18 പേരുടെ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. അതിനെ ഇനി ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്നതായിരിക്കും. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ വേണ്ടി പോകുന്ന കണ്ടസ്റ്റൻസിൻ്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തി അവരെയും സ്റ്റേജിൽ കൊണ്ടുവന്ന് കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരുടെ യാത്ര പറയിപ്പിച്ചാണ് ഓരോ കണ്ടസ്റ്റൻസിനെയും അങ്ങ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റി വിടുന്നത്. പിന്നെ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററി തന്നെ ആദ്യമായിട്ടാണ് നമുക്ക് സ്വന്തമായിട്ടൊരു സെറ്റ് കിട്ടാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ സ്വന്തം സെറ്റിലാണ് ഇപ്പം ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്വന്തം വീടും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ലക്ഷറി ഹൗസ് ആയിരിക്കും ഒരുക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു കാര്യങ്ങൾ വെച്ചത് ഇത്രേ ഉള്ളൂ അപ്ഡേറ്റ്. കണ്ടസ്റ്റൻസ് വീട്ടിൽ കയറാൻ നേരത്ത് അവരെ കൂടെ അവരുടെ ഒരു വീട്ടിൽ നിന്നുള്ള അവരുടെ ഫാമിലി മെമ്പേഴ്സിൽ പ്രിയപ്പെട്ട ആരെങ്കിലും ഒരാളും കൂടെ കാണും. അവരോടൊക്കെ യാത്ര പറയാണ് ഈ ഷോയിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ഇപ്പോൾ കിട്ടുന്നൊരു അപ്ഡേറ്റ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബോസിൻ്റെ ജെന്യുവിൻ റിവ്യൂ, ജെന്യുവിൻ അപ്ഡേറ്റുമായിട്ട് ഞാൻ നിങ്ങളെ കൂടെ തന്നെ കാണും. നമ്മൾ ബിഗ് ബോസിൻ്റെ സീസൺ 7 എല്ലാ കാര്യം നമ്മൾ മുഖം നോക്കി നമ്മൾ ചർച്ച ചെയ്യും. ഇത്തവണ എന്തായിരുന്നാലും ഒരു കണ്ടസ്റ്റൻസ് ഇപ്പോൾ ഒരു തെറ്റ് കാണിക്കുകയാണെങ്കിൽ അത് തുറന്ന് പറയും, അവരുടെ ഗെയിം ഇഷ്ടമില്ലെങ്കിൽ അത് തുറന്ന് പറയും. പിന്നെ എനിക്കൊരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ഉണ്ടാകും. ആ ഒരു കണ്ടസ്റ്റൻറ്റും തെറ്റായി ഗെയിം കളിക്കുകയാണെങ്കിൽ അത് തുറന്ന് പറയാം. ഒരു മടി ഞാൻ കാണിക്കില്ല, ഒരു ഫേവറേറ്റ്സും കാണിക്കില്ല. ആ ഒരു കാര്യം വെച്ച് ഞാനും നിങ്ങളോടൊപ്പം ഈ ഒരു ബിഗ് ബോസിൻ്റെ 100 ദിവസത്തെ റിവ്യൂ പറഞ്ഞ് ഞാൻ നിങ്ങളെ കൂടെ കാണും. അപ്പോൾ അത് ജെന്യുവിനായിട്ട് അറിയാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് പക്ക റിവ്യൂ, നമുക്ക് ഒരാളുടെയും മുഖം നോക്കാതെ ഫാൻസ് നോക്കി നമുക്കിവിടെ ചർച്ച ചെയ്യാം. നമുക്ക് എല്ലാ കാര്യവും നമുക്ക് സംസാരിക്കാം. ആ ഒരു കാര്യം വെച്ച് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ബലവും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയുള്ള പറഞ്ഞിട്ട് ഇനി ബിഗ് ബോസിൻ്റെ ആ ഒരു 18 കണ്ടസ്റ്റൻസ് ആരെന്നുള്ള വീഡിയോ ഞാൻ വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്കറിയാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. ഇത്രയുള്ള പറഞ്ഞായിട്ട്